എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകർക്കും ഡിവൈൻ വോയിസിലേക്ക് സ്വാഗതം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവല്ലോ. അതിനായി ഈ മണിക്കൂറിൽ അങ്ങ് നൽകുന്നവ ഗ്രഹിക്കാനും ശ്രവിക്കാനും അത് ഞങ്ങളുടെ ഹൃദയനിലങ്ങളിൽ പടർത്തിയെടുക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സങ്കീർത്തനം 143:8 ഇങ്ങനെ പങ്കുവയ്ക്കുന്നു: അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അങ്ങേ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ഈശോയെ, ഞാൻ നടക്കേണ്ട വഴി എന്ത് എന്ന് തിരിച്ചറിയാൻ ഈ മണിക്കൂറിൽ എന്നെ അങ്ങ് പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പല കാര്യങ്ങൾ പഠിപ്പിക്കുമെന്ന് ഈശോ അങ്ങയെക്കുറിച്ച് പങ്കുവച്ചത് ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഞങ്ങളെ പഠിപ്പിക്കണമേ. തമ്പുരാനിലേക്കുള്ള വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ. വഴി എന്ത് എന്നും എങ്ങോട്ട് എന്നും ചോദിച്ച സ്ലീഹയെ ഞങ്ങൾ ഓർക്കുന്നു. വഴിയും സത്യവും ജീവനുമായ അങ്ങയെ തിരിച്ചറിയാൻ ഈ മണിക്കൂറിൽ അങ്ങനെ ഞങ്ങൾക്കിടയാകട്ടെ. വഴിയും സത്യവും ജീവനുമായ ഈശോയെ വളർത്തിയ അമ്മേ, ഞങ്ങളെയും വഴിയിലൂടെ നയിക്കാനും നടത്താനും അമ്മയുടെ സാന്നിധ്യവും സഹായവും ഞങ്ങൾക്കുണ്ടാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ അനുഗ്രഹീതരായ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പ്രിയ യുവതീ യുവാക്കളെ, കുഞ്ഞുങ്ങളെ, അമേരിക്കൻ കവിയായ റോബർട്ട് ഫോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന കവിതയിൽ ഇപ്രകാരം ഒരു കഥ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതാണ്: 2 വഴികൾ, ഒന്ന് വിശാലമായ വഴിയും ഒന്ന് വിശാലതയില്ലാത്ത ഇടുങ്ങിയ വഴിയും. 2 വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ വിശാലമായ വഴിയിൽ സഞ്ചരിക്കുന്നവരുടെ എണ്ണം ഏറെയാണ്. വഴി കാണുമ്പോൾ തന്നെ അറിയാം അനേകർ സഞ്ചരിക്കുന്ന വഴിയാണ്. ഇടുങ്ങിയ വഴിയുടെ പ്രത്യേകത, അവിടെ എല്ലാം ചപ്പുചവറുകളെല്ലാം വീണ് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അധികം ആരും അതിലെ പോകാറില്ല എന്നുള്ളതാണ് തിരിച്ചറിയാനും പറ്റുക. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ സാധിക്കുന്ന കാര്യം. അപ്പോൾ ഈ ഇരുവഴികളുടെയും മുമ്പിൽ നിൽക്കുന്ന കവി തിരഞ്ഞെടുക്കുന്നത് അധികം ആരും സഞ്ചരിക്കാത്ത വഴിയാണ്. വിശാലമായ വഴി അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. ഈ വിശാലമായ വഴിയുടെ പ്രത്യേകത, അതിലൂടെ നടക്കുമ്പോൾ നടക്കാൻ അധികം പ്രയാസമില്ല. സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കാം. എങ്ങനെയും എവിടെ എപ്പോഴും നടക്കാം. ബുദ്ധിമുട്ടുകളില്ല. എന്നാൽ ഇടുങ്ങിയ വഴിയുടെ അല്ലെങ്കിൽ വിശാലതയില്ലാത്ത വഴിയുടെ പ്രത്യേകത, സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്. ദുഷ്കരമായിട്ടുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമായിരിക്കും അതിലൂടെ സഞ്ചരിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരിക. അതുകൊണ്ട് കവി തിരഞ്ഞെടുക്കുക, എല്ലാവരും വിശാലമായ വഴി തിരഞ്ഞെടുക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇടുങ്ങിയ വഴി, വിശാലത കുറഞ്ഞ വഴി തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന വലിയൊരു കാര്യമുണ്ട് ഈ വഴിയെക്കുറിച്ച് പറയുന്നതിൽ. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ അതിങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്: ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. ഇതിലൂടെ പ്രവേശിക്കുന്നവരാണ് അങ്ങെത്തുക എന്നുള്ളതാണ് കർത്താവിൻ്റെ പക്ഷം. ജീവൻ എന്ന് പറയുന്നത് വെറുതെ ജീവനല്ല, നിത്യജീവനാണ്. നിത്യജീവൻ എന്ന് പറയുന്നത് നമുക്കറിയാം പറുദീസ അനുഭവമാണ്, സ്വർഗീയ ജീവിതമാണ്, പിതാവുമൊത്തുള്ള ജീവിതമാണ്. ഈ പിതാവിനൊത്തുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, സ്വർഗത്തിലെത്താൻ അല്ലെങ്കിൽ സ്വർഗീയ വഴിയെ യാത്ര ചെയ്യാൻ അത് അത്യാവശ്യമായിട്ടുള്ളത് ഇതാണ്. ഇടുങ്ങിയ വഴി തന്നെയാണ്, ഇടുങ്ങിയ വാതിലാണ് എന്നൊക്കെയാണ് കർത്താവ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ ഇടുങ്ങിയ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മളും ശ്രദ്ധിക്കേണ്ടതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു വയ്ക്കുന്ന വലിയ ഒരു കാര്യം. ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അതിൽ ഒത്തിരിയേറെ കടമ്പകൾ ഏറെ ഉണ്ട് എന്നുള്ള നമ്മൾ വചനത്തിലൂടെ തന്നെ കർത്താവ് നമുക്ക് പങ്കുവെച്ച് തന്നിട്ടുണ്ട്. ഈശോ പറഞ്ഞു അത് കുരിശിൻ്റെ വഴിയാണ്. ഇടുങ്ങിയ വഴി കുരിശിൻ്റെ വഴിയാണ്, അത് സഹനത്തിൻ്റെ വഴിയാണ്. അപ്പോൾ അത് ആദ്യം തിരഞ്ഞെടുത്തത് കർത്താവ് തന്നെയാണ്.
ഈ സഹനത്തിൻ്റെ വഴി, ഈ കുരിശിൻ്റെ വഴി. അപ്പോൾ ഇത് മറുവഴി കൂടിയാണ്, അത് ദൈവിക വഴി കൂടിയാണ്. മറുവഴിയാണ്, ദൈവിക വഴിയാണ്, അതിൽ ദൈവത്തിൻ്റെ വഴിയാണ്, അത് സഹനത്തിൻ്റെ വഴിയാണ്, അവസാനം അത് സന്തോഷത്തിലെത്താനുള്ള വഴിയുമാണ്. അപ്പോൾ ഇതാണ് കർത്താവ് സഞ്ചരിച്ച വഴി. അത് സഞ്ചരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഈശോ നമുക്ക് പറഞ്ഞു വെച്ച് തന്നു, അല്ലെ പങ്കുവെച്ച് തന്നു എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടതെന്ന്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 24-ാമത്തെ വചനത്തിലൂടെ അത് ഈശോ നമുക്ക് പങ്കുവെച്ച് തന്നിട്ടുണ്ട്. ആരെങ്കിലും എന്നെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇത് അവൻ പങ്കുവെച്ചു തന്നു, എന്നിട്ടാണ് അത് കാണിച്ചു തന്നത്. അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തണമെങ്കിൽ കുരിശുമായിട്ട് പോയേ പറ്റൂ എന്നുള്ളതാണ് ഈശോ തൻ്റെ പുത്രൻ തന്നെ, പിതാവിൻ്റെ പുത്രൻ തന്നെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ജീവിതം കൊണ്ട്. പിതാവിൻ്റെ പക്കൽ നിന്നാണ് അവിടുന്ന് വന്നതെങ്കിലും പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ എത്താൻ കുരിശുമായിട്ട് പോകാതെ തരമില്ല. അതുകൊണ്ടാണ് അവിടുന്ന് പോയത്, അതിനത്തെക്കുറിച്ച് പങ്കുവെച്ച് തന്നതും. അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിലെത്തണമെങ്കിൽ പുത്രനെ അനുഗമിക്കണമെന്നാണ് പുത്രനായ ഈശോ നമുക്ക് പറഞ്ഞു തന്നത് മറ്റൊരു കാര്യം. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. പരിത്യജിക്കണം, തൻ്റെ തന്നെ കുരിശും എടുത്തുകൊണ്ട് വേണം അനുഗമിക്കാനും. അപ്പോൾ പിതാവിനെ അനുഗമിച്ചവനെ നമ്മൾ അനുഗമിക്കണമെങ്കിൽ അവൻ എടുത്ത കുരിശ് ആയിട്ട് തന്നെ പോകണം എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പുത്രന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ പിതൃസന്നിധിയിലേക്ക് യാത്ര ചെയ്യാൻ ആരാണ് കുരിശ് കൊടുത്തത് എന്ന് നമ്മൾ ധ്യാനിച്ചു പോകുന്നത് നല്ലതാണ്. അത് സ്വസമുദായം തന്നെയാണ് അവന് കുരിശ് കൊടുത്തത്. യഹൂദനായ ഈശോയ്ക്ക് യഹൂദർ തന്നെയാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യാൻ കുരിശ് കൊടുത്തത്, സമ്മാനിച്ചത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ ഈശോ പറഞ്ഞില്ലേ, എന്നെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ എനിക്ക് ഈശോയെ അനുഗമിക്കാനായി എനിക്ക്, നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ഈ കുരിശ് തരുന്നത് ആരാണ്? അത് മറ്റാരുമല്ല, അത് സ്വസമൂഹം തന്നെയാണ്, സ്വകുടുംബം തന്നെയാണ്, സ്വസഹോദരങ്ങൾ തന്നെയാണ്, സ്വന്തം മാതാപിതാക്കൾ തന്നെ ആയിരിക്കും ഒരു പക്ഷേ, സ്വന്തം മക്കൾ തന്നെ ആയിരിക്കും ഒരു പക്ഷേ, സ്വന്തം സഹോദരി സഹോദരങ്ങളും കൂടപ്പിറപ്പുകളും തന്നെ ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് ഈശോയുടെ പിന്നാലെ കുരിശുമായിട്ട് പോകാൻ കുരിശ് നൽകുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പറയുന്നതുമൊക്കെ എന്താണ്? കുരിശുകൾ വേണ്ടേ വേണ്ട എന്നുള്ളതാണ്. ഒരു ചെറിയ സഹനം, ഒരു നൊമ്പരം, ഒരു വേദന, ഒരു അസുഖം നമ്മുടെ ജീവിതത്തിലൊക്കെ വരുമ്പോൾ പെട്ടെന്നത് മാറാനായിട്ടുള്ള ഒരുമ്പെടലിലാണ്, തത്രപ്പെടലിലാണ് പലപ്പോഴും നമ്മൾ. അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം ഓടുകയാണ് ആ സഹനത്തെ, ആ കുരിശിനെ അകറ്റാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ കുരിശുമായിട്ട് ചെന്നാലേ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്താനായിട്ട് പറ്റുകയുള്ളൂ എന്ന് ഈശോ നമുക്ക് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന സത്യം നമ്മൾ പലപ്പോഴും പ്രിയപ്പെട്ടവരെ വിസ്മരിച്ചു പോകാറില്ലേ? അത് നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് തോന്നുകയാണ്. അപ്പോൾ സ്വസമൂഹം, സ്വകുടുംബം, സ്വന്തം മാതാപിതാക്കൾ, സ്വന്തം മക്കൾ, സ്വന്തം സഹോദരങ്ങൾ തന്നെ നൽകുന്ന കുരിശുകൾ, അല്ലെങ്കിൽ അവരിലൂടെ നമ്മൾ ഏൽക്കേണ്ടി വരുന്ന, ഞാനും നിങ്ങളുമൊക്കെ ഏൽക്കേണ്ടി വരുന്ന, ഏറ്റെടുക്കേണ്ടി വരുന്ന കുരിശുകൾ അല്ലെങ്കിൽ സഹനങ്ങൾ, അത് പലപ്പോഴും നമ്മൾ നിരാകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ദേഷ്യത്തോടുകൂടി, എടുത്തുചാട്ടത്തോടുകൂടി, പൊട്ടിത്തെറിയോടുകൂടി നമ്മളത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് കുരിശ് വേണ്ട, എനിക്ക് സഹനങ്ങൾ വേണ്ട, എനിക്ക് നിൻ്റെ പിന്നാലെ വരണ്ട എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ പരോക്ഷമായിട്ടാണെങ്കിലും പങ്കുവയ്ക്കുന്നത് എന്നുള്ള സത്യം നമുക്കൊന്ന് തിരിച്ചറിയാനായിട്ട് ഈ മണിക്കൂർ ഒന്ന് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുരിശുമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ വരുന്ന സഹോദരങ്ങളാകാം, കുടുംബമാകാം, സമുദായമാകാം നൽകുന്ന കുരിശുകൾ, സഹനങ്ങൾ വഹിച്ചുകൊണ്ടും ഏറ്റെടുത്തുകൊണ്ടും, അതും ത്യാഗത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, 3 കാര്യങ്ങളാണ്: ത്യാഗം, സന്തോഷം, സ്നേഹം. അവയോടുകൂടി നമ്മളത് വഹിച്ചുകൊണ്ട് ഈശോയുടെ പിന്നാലെ ചെല്ലുമ്പോൾ ഈശോ നമ്മെ പിതൃസന്നിധിയിൽ എത്തിക്കും എന്നുള്ളതാണ് വചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വചനം പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ്. ചെറിയൊരു വചനമാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റേതാണ്, ക്രിസ്തു ദൈവത്തിൻ്റേതും. ദൈവത്തിൻ്റെ മകനായ ക്രിസ്തു നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നത്, മുട്ടിക്കുന്നത്, ഏൽപ്പിക്കുന്നത് അതിങ്ങനെയാണ്. പിന്നാലെ കുരിശുമായിട്ട് വഹിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ വചനത്തിൻ്റെയും ആന്തരിക അർത്ഥം കിടക്കുന്നത്. നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ ഈ മറുവഴി, ഇതാണ് മറുവഴി എന്ന് പറയുന്നത്. ഈ മറുവഴി തിരഞ്ഞെടുത്ത വിശാലത എല്ലാം
ഒഴിവാക്കിക്കൊണ്ട് ഈ ഇടുങ്ങിയ വഴി തിരഞ്ഞെടുത്ത കർത്താവ് അവൻ്റെ വഴിയെ നമുക്കും സഞ്ചരിക്കാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ സഞ്ചരിച്ച അനേകരുടെ ചിത്രങ്ങൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ധ്യാനിക്കാം. ആയത് ചരിത്രത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേലിൻ്റെ ഒരു വലിയ ചരിത്രം നമ്മുടെ മുമ്പിൽ പച്ചകടാതെ നിൽക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവർക്ക് വിശാലമായ വഴിയുണ്ടായിരുന്നു ഇവിടെ ഈജിപ്തിൽ നിന്നും കാനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ. പക്ഷേ ദൈവം അവരെ നയിച്ചത് ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ്. 7-8 മണിക്കൂർ മതി ബസ്സിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഈജിപ്തിൽ നിന്നും കാനാൻ നാട്ടിലെത്താൻ. എന്നാൽ നടന്നാണെങ്കിൽ 7-8 ദിവസങ്ങൾ മതി കാനാൻ ദേശത്തെത്താൻ. എന്നാൽ 40 വർഷങ്ങളെടുത്താണ് അവരെ കർത്താവ് അവിടേക്ക് എത്തിച്ചത്. അതിന് കാരണമുണ്ട്. കുറേ പ്രതിസന്ധികൾ അവർ തരണം ചെയ്യേണ്ടതുണ്ടായിരുന്നു. കുറേ പ്രശ്നങ്ങളെ അവർ അഭിമുഖീകരിക്കേണ്ടതുണ്ടായിരുന്നു. കുറേ പ്രതിബന്ധങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു. ഇതിലൂടെ എല്ലാം കടന്നു പോയാൽ അവർക്ക് അങ്ങ് ചെല്ലുമ്പോൾ വീണ്ടും വരുന്നത് തന്നെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അഭിമുഖീകരിക്കാനും അതിനെ ഏറ്റെടുക്കാനും സന്തോഷത്തോടെ ദൈവസന്നിധിയിലെത്താനും സാധിക്കുകയുള്ളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് അവരെ ഈ രീതിയിലൊക്കെ കൊണ്ടുപോയത്. അതുകൊണ്ടാണ് 40 വർഷം, 7-8 ദിവസങ്ങൾ മതി, 7-8 മണിക്കൂറുകൾ മതി. അതിന് 40 നീണ്ട വർഷങ്ങൾ എടുത്ത് അവരെ എത്തിച്ചതിൻ്റെ കാരണം അതാണ്. അങ്ങനെ തന്നെ വചനം കൊടുക്കുന്നുണ്ട്. ദൈവത്തെ ഒരിക്കലും വിസ്മരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ ഇങ്ങനെ ഈ വഴിയിലൂടെ, ദുർഘടമായ ഒരുപക്ഷെ പാതയാണ് ഈ വഴി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കുരിശിൻ്റെ വഴി ആദ്യം ജീവിച്ചവരാരാണെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ ജനമാണ്. അപ്പോൾ 40 വർഷങ്ങളെടുത്തു ആ കുരിശിൻ്റെ വഴി എന്ന് പൂർത്തിയാക്കാൻ. അതാണ് സഹനത്തിൻ്റെ വഴി, അതാണ് മറുവഴി. ദൈവം കൊടുത്ത മറുവഴിയാണ്. അല്ലെങ്കിൽ മറുവശത്ത് വിശാലമായ വഴി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ, നൊമ്പരങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളാകാം, പ്രതിസന്ധികളാകാം, ഇവയൊക്കെ അഭിമുഖീകരിച്ചും തരണം ചെയ്തും സ്നേഹത്തോടെയും ത്യാഗത്തോടെയും സന്തോഷത്തോടെയും എങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കർത്താവിനോടൊപ്പം പിതാവിൻ്റെ അടുക്കൽ എത്താനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ള ഒരു സത്യം അതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇസ്രായേൽ ഈ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ച ഇസ്രായേൽ ജനം മുഴുവൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1, 2, 3 അധ്യായങ്ങളിലായിട്ട് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. യോനാ പ്രവാചകൻ അദ്ദേഹം വിശാലമായ ഒരു വഴി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിച്ചു നോക്കിയതാണ്. പക്ഷേ ദൈവം അതല്ല ആഗ്രഹിച്ചത്, ഇടുങ്ങിയ വഴിയാണ്. ഇടുങ്ങിയ വഴി എന്താ? വചനത്തിൻ്റെ വഴിയാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ തൻ്റെ പ്രിയജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക, അത് ഓർമ്മപ്പെടുത്തലായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ശ്രദ്ധിക്കാതെ വഴിമാറിപ്പോയി കഴിഞ്ഞപ്പോൾ ദൈവം അവനെ പിടിച്ച് ആ ദൈവം നിശ്ചയിച്ച ആ ഇടുങ്ങിയ വഴിയിലൂടെ തന്നെ ആ ദൈവത്തിൻ്റെ വാക്കുകൾ പങ്കുവെച്ച് അവരെ മനസാന്തരപ്പെടുത്താനും അവരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാനും ശ്രദ്ധിക്കാനായിട്ട് വീണ്ടും അദ്ദേഹം തിരിച്ച് ഇറങ്ങുന്ന സന്ദർഭം നമ്മൾ കാണുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കും 3-ാമത്തെ അധ്യായത്തിൽ 3 ബാലന്മാർ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ദേവന്മാരെ സേവിക്കാനായിട്ട് നിർബന്ധിച്ചതിൻ്റെ പേരിലും സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കാനായി നിർബന്ധിച്ച പേരിലും അവർ 3 ബാലന്മാർ അതിന് തയ്യാറാകാതെ മറിച്ച് അവ ത്യജിച്ചുകൊണ്ട് പിതാവിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് കാതുകൊടുത്ത് ദുർഘടമായ പാതയിൽ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുന്ന 3 ബാലന്മാരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവർ അല്ലെങ്കിൽ വിശാലമായിട്ടുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എല്ലാം അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുണ്ടായിരുന്നു. പക്ഷേ അതല്ല, പിതാവിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരെ സേവിക്കുന്നതിൽ നിന്നും അവർ പിൻവാങ്ങി. അതുപോലെ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്നും അവർ പിൻവാങ്ങി. അത് ഈ വിശാലമായ വഴി മാറ്റിവെച്ച് മറുവഴി തേടിയവരാണ്. അപ്പോൾ അവിടെ അതിൻ്റെ പ്രതിഫലം എന്ത് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു ഉദാഹരണമുണ്ട്. അതിതാണ് ദാനിയേൽ പ്രവാചകനോടും പറഞ്ഞു വയ്ക്കുന്നതാണ് രാജാവിനെ ആരാധിക്കുക, രാജാവിൻ്റെ മുമ്പിൽ കുമ്പിടുക എന്നുള്ളതാണ്. പക്ഷേ രാജാവിൻ്റെ മുമ്പിൽ കുമ്പിടാനോ രാജാവിനെ ആരാധിക്കാനോ തയ്യാറാകാതെ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച ദിവസത്തിൽ 3 നേരം ദൈവവുമായിട്ടുള്ള ബന്ധം സൂക്ഷിച്ച ദാനിയേൽ പ്രവാചകൻ ഈ ദുർഘടപാത തിരഞ്ഞെടുക്കുകയാണ്. വിശാലമായ മറ്റ് സാധ്യതകളെല്ലാം ഒരുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, എല്ലാ സുഖസൗകര്യങ്ങളും ഒരുക്കപ്പെട്ടു കൊടുത്താണ്. പക്ഷെ വേണ്ട എന്ന് വെച്ച് ഈ പിതാവിൻ്റെ പാത തിരഞ്ഞെടുക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരവും ഉദാഹരണവും നമ്മൾ പിന്നെ അതിൻ്റെ പരിസമാപ്തിയുമൊക്കെ നമ്മൾ പിന്നീട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും ജ്ഞാനികൾ. പുതിയ നിയമത്തിൽ ആയത് മത്തായിയുടെ സുവിശേഷം 2:12 മുതലുള്ള വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണും ജ്ഞാനികൾ
അവനെ കാണാൻ വേണ്ടി ബെത്ലഹേമിലേക്ക് വന്നവനാണ്. അവർ കണ്ടു കഴിഞ്ഞപ്പോൾ മറുവഴി തിരഞ്ഞെടുക്കേണ്ടി വന്നു. വന്ന വഴി ഒഴിവാക്കി, അല്ലെങ്കിൽ വിശാലമായ മറ്റു വഴിയുണ്ട്, അവ ഒഴിവാക്കി മറുവഴി തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ മറുവഴിയെ അല്ലെങ്കിൽ മറ്റൊരു വഴിയെ അവർ സ്വദേശത്തേക്ക് മടങ്ങി എന്നാണ് വചനം പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരു മറുവഴി തിരഞ്ഞെടുക്കാനായിട്ടുള്ള വിളിയാണ് നമ്മൾക്കുമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം, തിരിച്ചറിയാം. അതായത് കർത്താവ് നമ്മളെ വിളിക്കുന്നതും നമ്മുടെ ജീവിതം പ്രതീക്ഷിക്കുന്നതും ഈ മറുവഴി തിരഞ്ഞെടുക്കാനാണ്. മറുവഴി അച്ഛൻ പങ്കുവച്ചു കുരിശിൻ്റെ വഴിയാണ്, അത് സഹനത്തിൻ്റെ വഴിയാണ്. ഈ വഴി തിരഞ്ഞെടുക്കുന്നവരെല്ലാം എത്തുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണ് എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ ധ്യാനിച്ചു കണ്ടു. അപ്പോൾ പുത്രനായ ഈശോയോടൊപ്പം പിതാവിൻ്റെ സന്നിധിയിലെത്തുക, സ്വർഗത്തിലെത്തുക, അതാണ് പറുദീസയിലെത്തുക, അല്ലെങ്കിൽ ഏദനിലെത്തുക. ഇതാണ് ഈ വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ ധൂർത്തപുത്രൻ പങ്കുവയ്ക്കുന്ന മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഉദാഹരണവും അല്ലെങ്കിൽ ജീവിതവും. അദ്ദേഹം പന്നിക്കൂട്ടിൽ കിടക്കുമ്പോൾ, ഒന്നുമില്ലായ്മയിൽ കിടക്കുമ്പോൾ മറുവഴി തിരഞ്ഞെടുക്കാനായിട്ട് തയ്യാറാവുകയാണ്. എന്തേ? പിതൃസന്നിധിയിലേക്കുള്ള വഴി. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവസാനം ഈശോയുടെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അതായത് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചും പറഞ്ഞുകൊടുത്തും ദൈവരാജ്യത്തിലേക്കുള്ള വഴിയും അതിൻ്റെ വശങ്ങളും എല്ലാം പഠിപ്പിച്ചും പറഞ്ഞും കൊടുത്ത് നടത്തിയ ഈശോ പിതൃസന്നിധിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഉത്ഥാനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ ശിഷ്യന്മാർ വഴിമുട്ടിയ അവസ്ഥയിൽ നിൽക്കുകയാണ്. മറുവഴി തിരിച്ചറിയാനായിട്ട് പറ്റാതെ, മറുവഴിയെക്കുറിച്ച് ചിന്തിക്കാതെ നെട്ടോട്ടം ഓടുന്ന സന്ദർഭം നമ്മൾ കാണുന്നുണ്ട്. അത് 21-ാമത്തെ അധ്യായത്തിലാണ് യോഹന്നാൻ്റെ സുവിശേഷം. നമ്മൾ കാണുന്നുണ്ട് ശിഷ്യപ്രമുഖനായ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, വഴി മറന്നു, കൊണ്ടുവന്ന വഴി മറന്നു, ഇനി പോകേണ്ട വഴി മറന്നു, എന്നിട്ട് വഴിവിട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്, വഴിമുട്ടിയ അവസ്ഥയിൽ നിൽക്കുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ പഴയ ജീവിതത്തിലേക്ക് മീൻ പിടിക്കാനായിട്ട് പോകുക. ഉടനെ സഹശിഷ്യന്മാരും അവൻ്റെ പിന്നാലെ അതുപോലെ തന്നെ പോയി. നമ്മൾ കാണുന്നുണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഈശോ കടൽക്കരയിൽ അല്ലെങ്കിൽ കടൽ തീരത്ത് പ്രത്യക്ഷനായിട്ടും ഈശോ പറയുന്നുണ്ട്, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കുക. വലതുവശം എന്ന് പറയുന്നത്, വലതുവശത്ത് വലയിറക്കുക എന്ന് പറഞ്ഞാലാണ് മറുവഴിയെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഈശോ ശിഷ്യന്മാരെ ആദ്യം തിരഞ്ഞെടുക്കുമ്പോഴും ഇതാണ്, വലതുവശത്ത് വലയിറക്കാൻ പറയുന്നുണ്ട്. മർക്കോസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വലതുവശത്തേക്ക് വലയിറക്കുക എന്ന് പറയുന്നത് ഇതാണ്, മറുവഴി തേടുക എന്നുള്ളതാണ്. അങ്ങനെ ഈശോ പറഞ്ഞതനുസരിച്ച് അവർ മറുവഴി തേടിക്കഴിഞ്ഞപ്പോൾ, മറുപുറം കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയത് അതിൻ്റെ ആധിക നിമിത്തം അവരുടെ വല കീറി തുടങ്ങി എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതാണ് വിശാലത ഒഴിവാക്കി ദുർഘട പാത അല്ലെങ്കിൽ ഇടുങ്ങിയ പാതയെ, അത് തമ്പുരാൻ്റെ പാതയാണ്, ദൈവത്തിൻ്റെ പാതയാണ് ഇടുങ്ങിയ പാത. അത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, അതിലെ സഞ്ചരിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞപ്പോൾ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്, അടയാളങ്ങൾ വർഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെയും, നമ്മളുടെ ജീവിതവും വ്യത്യസ്തമൊന്നുമല്ല. ഇതുപോലെ മറുവഴി തേടിയവരെല്ലാം ദൈവസന്നിധിയിൽ സന്തുഷ്ടരായവരും സന്തോഷവാന്മാരായവരുമൊക്കെയാണ് എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വലിയ സത്യമാണ്. അപ്പോൾ മറുവഴി തേടിയവരെല്ലാം യഥാർത്ഥത്തിൽ തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ മറുപുറം കണ്ടവരാണ്. ഈ മറുപുറം, സ്നേഹത്തിൻ്റെ മറുപുറം കാണാനായിട്ടുള്ള മാർഗം എന്നുള്ളത് മറുവഴി തേടുക എന്നുള്ളതല്ലാതെ വേറെ മറ്റൊന്നുമല്ല. അപ്പോൾ കർത്താവ് അതിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത്. മൊളോക്കോയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ട് ജീവിതം ചെലവഴിച്ച ഫാദർ ഡാമിയനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വിശാലമായിട്ടുള്ള വഴികൾ മറ്റൊന്നുണ്ടായിരുന്നിട്ടും അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇടുങ്ങിയ പാത, കുഷ്ഠരോഗികൾ അവരോടൊപ്പം ജീവിക്കുക, അവർക്ക് ശുശ്രൂഷ ചെയ്യുക, അത് ഇടുങ്ങിയ പാതയാണ്. അത് സ്വീകരിക്കാനായിട്ട് തയ്യാറായ ഫാദർ ഡാമിയൻ്റെ ജീവിതം നമുക്ക് നൽകുന്നതും മറ്റൊന്നല്ല ഉദാഹരണം. നമുക്കറിയാം വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം, ഇതും മറുവഴി തേടിയ ഒരു ജീവിതമാണ്, മറുവഴി ജീവിച്ച ഒരു ജീവിതമാണ്. അപ്പോൾ അത് സന്തോഷം നിറഞ്ഞതായിരിക്കില്ല. മാനുഷികമായിട്ട് നോക്കുമ്പോൾ ഈ വഴിയെ സഞ്ചരിക്കുമ്പോൾ, ഈ മറുപുറം തേടുമ്പോൾ അവിടെ സന്തോഷം ഒരുപക്ഷെ കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ കർത്താവിൽ ശ്രദ്ധയുള്ളവർക്ക്, കർത്താവിൽ കണ്ണുള്ളവർക്ക്, കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്നവർക്ക് ഈ മറുവഴി അതൊരു അനുഗ്രഹമാണ്.
മറുവഴി അതൊരു ആശ്ലേഷമാണ്, മറുവഴി അതൊരു അഭിഷേകമാണ്. പ്രിയപ്പെട്ടവരെ, ഈ മറുവഴി തേടാനായിട്ടുള്ള വിളി അതുകൊണ്ട് കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് നൽകുന്ന, നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റട്ടെ. കാര്യം ഒരു കുരിശിൻ്റെ വഴിയാണ്, പക്ഷേ സഹനത്തിൻ്റെ വഴിയാണ്, പക്ഷേ അത് സന്തോഷത്തിൻ്റെ വഴിയാണ്. യഥാർത്ഥത്തിൽ സ്വർഗീയ സന്തോഷം, സ്വർഗീയ ആനന്ദം നൽകുന്ന വഴിയാണ് മറുവഴി എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ വിശുദ്ധ അൽഫോൻസാമ നമ്മുടെ നാട്ടിലെ വിശുദ്ധയാണ്. ഈ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു വലിയ സത്യം ഇതാണ്: അവൾ മറുവഴി തേടിയവളാണ്. കാരണം സഹനത്തിൻ്റെ മധ്യത്തിലൂടെ ജീവിതം കടന്നു പോകുമ്പോഴും ഇടയ്ക്ക് ചെറിയ സന്തോഷങ്ങൾ ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും അവൾ പറഞ്ഞത്, കൊച്ചു സന്തോഷങ്ങൾ ലഭിക്കുമ്പോൾ ഇതുപോലും കയ്പായി പകർത്തണമേ എന്ന്. കൊച്ചു സന്തോഷങ്ങളെ പോലും കയ്പായി പകർത്തണമേ എന്ന് പറയാനായിട്ട് അവൾക്ക് സാധിച്ചുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ കർത്താവ് നൽകിയ മറുവഴിയെക്കുറിച്ച് ചിന്തിച്ചവളായതുകൊണ്ടാണ്, മറുവഴിയെക്കുറിച്ച് ധ്യാനിച്ചവളായതുകൊണ്ടാണ്, സഹനത്തിൻ്റെ വഴിയെ പുൽകിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുരിശിൻ്റെ വഴിയെ സ്വീകരിച്ചതുകൊണ്ടും ഉൾക്കൊണ്ടതുകൊണ്ടുമാണ്. അപ്പോൾ ഇങ്ങനെ ഈ മറുവഴി തേടാൻ, അത് ഭൗതികമായിട്ടോ അല്ലെങ്കിൽ മാനുഷികമായിട്ടോ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും അത് സന്തോഷം നൽകുന്നതല്ല, ആയിരിക്കുകയുമില്ല. മറിച്ച് അത് ദൈവസന്നിധിയിൽ സന്തോഷം കണ്ടെത്താനായിട്ടുള്ള വഴിയാണ് ഈ മറുവഴി എന്ന് തിരിച്ചറിയാൻ വിശുദ്ധ അൽഫോൻസാമയെ പോലെ നമുക്കും സാധിച്ചാൽ അതൊരു വലിയ അനുഗ്രഹവും അഭിഷേകവുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സഹനങ്ങളോ ബുദ്ധിമുട്ടുകളോ കുരിശുകളോ ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ അതൊരു സന്നിധിയിലേക്കുള്ള വഴിയാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കണം. അതിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റട്ടെ, ശ്രമിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ അൽഫോൻസാമ സ്വീകരിച്ചതുപോലെ സഹനങ്ങളെ, നൊമ്പരങ്ങളെ, ബുദ്ധിമുട്ടുകളെ, വേദനകളെ ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് കടന്നു വരുമ്പോഴും ലഭ്യമാകുമ്പോഴും അത് ഈ മനോഭാവത്തോടുകൂടി ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ, ഏറ്റെടുക്കാനുള്ള ഒരു നല്ല മനസ്സ്. അപ്പോൾ വിശാലമായ വഴി നമ്മൾ ഒഴിവാക്കുമ്പോൾ വിശാലമായൊരു മനസ്സ് സൂക്ഷിക്കാനായിട്ട് കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വഴിയിലൂടെ പഠിപ്പിച്ചത് വിശാലമായ വഴിയിലൂടെ കടന്നു പോകാനും വിശാലമായി ജീവിക്കാനുമല്ലല്ലോ, ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിക്കാനും ഇടുങ്ങിയ വഴിയെ നടക്കാനും ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാനും ആണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഈശോയെ, ഞങ്ങൾ ഓർക്കുന്നു. വചനത്തിൻ്റെ വലിയ സത്യം വാതായനങ്ങൾ അങ്ങ് ഞങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്ന ഞങ്ങൾ തിരിച്ചറിയട്ടെ. ഈശോയെ, അങ്ങനെ അങ്ങ് കാണിച്ചു തന്ന, അങ്ങ് ജീവിച്ചു തന്ന ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്കും ഇടയായി. അങ്ങനെ മറുവഴി തേടുന്ന ഒരു സഞ്ചാരിയായി മാറാൻ നമ്മെ ഏവരെയും കർത്താവ് ഈ അവസരത്തിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.